ഇന്ന് നമുക്ക് ഒരു ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. ചുരിദാറിനും ബ്ലൗസിനൊക്കെ നമ്മൾ കഴുത്ത് കട്ട് ചെയ്തിട്ട് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്രോസ് പീസ് ഉണ്ട്. അതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇതിന് ബയാസ് സ്ട്രിപ്പ് എന്നും പറയും കേട്ടോ. നമ്മളൊരു ക്ലോത്ത് നമ്മളെ കയ്യിൽ കിട്ടിയാൽ അത് കറക്റ്റ് അതിൻ്റെ ലെവലിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചു നോക്കിയാൽ അത് വലിയൂല. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ വലിക്കുമ്പോൾ അത് നമുക്ക് വലിഞ്ഞു കിട്ടും. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഒരു 1.25 2 ഇഞ്ച് വരെ കട്ട് ചെയ്യുക. 2 ഇഞ്ച് ആകുമ്പോൾ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ലെവൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ 1.25 ആയിക്കോളും. ഒരു 1.25 2 ഇഞ്ച് അളവെടുത്തിട്ട് ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള ക്ലോത്തിന് ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ചില സമയത്തൊക്കെ നമുക്ക് കുറച്ച് മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് സ്ട്രൈറ്റ് ആയിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ക്രോസ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ സ്കെയിൽ ഉണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കിട്ടിയ ക്രോസ് പീസുകൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അടിച്ച് പോയാൽ മതി. അപ്പോൾ ഇതിൽ ജസ്റ്റ് കട്ട് ചെയ്യണത് മാത്രമേ കാണിക്കണുള്ളൂ. ലൈനിങ് ഇല്ലാത്ത ചുരിദാറൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് അങ്ങനെ ആക്കാം, കഴുത്ത് മറിച്ചടിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ കഴുത്ത് ക്ലിയർ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് ക്രോസ് ആയിരിക്കണമെന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ. ക്രോസ് പീസ് കട്ട് ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. അതങ്ങനെ നമ്മൾ കയ്യിൽ കിട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ സ്ട്രെച്ചബിൾ ആയിട്ടായിരിക്കണം ക്ലോത്ത് ഉണ്ടാകേണ്ടത്. ഇങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ നമ്മളത് രണ്ടായിട്ടൊന്ന് അടിച്ചെടുക്കുക, മടക്കി അടിച്ചെടുക്കുക. ജസ്റ്റ് അരികത്ത് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അറ്റം വരെ മെല്ലെ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ക്രോസ് പീസ് സ്റ്റിച്ചിങ് അങ്ങനെ.